Hi students, it's me Sridag, your physics teacher. Welcome back to my online physics class. In the previous class, we discussed about uniform speed and non-uniform speed. Today we are going to discuss about uniform velocity and non-uniform velocity. Okay, we all know that what is velocity. Velocity is the change in displacement in unit time, isn't it? So we can start. In the textbook, we can see that the details of the journey of three cars are given below. Car A traveled 500 meters along a straight line. The car covered equal distances in equal interval of time. Then car B traveled 500 meters along a straight line. The distance covered by the car is unequal in equal intervals of time. Car C traveled 500 meters along a circular path. The car covered equal distances in equal intervals of time. Okay. So here three cars. Car A, car B, car C. What are the statements? Car A traveled 500 meters along a straight line. And the car covered equal distances in equal intervals of time. That is, car A 0 സെക്കൻഡിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് 2 സെക്കൻഡ് ആയപ്പോൾ 5 മീറ്റർ ട്രാവൽ ചെയ്തെന്ന് വിചാരിക്കാം, 5 മീറ്റർ. ദെൻ 2 സെക്കൻഡിൽ നിന്ന് 4 സെക്കൻഡ് ആയപ്പോൾ 10 മീറ്റർ ആയി. ദാറ്റ് ഈസ് ടോട്ടൽ 10 മീറ്റർ. ഓക്കെ, ദാറ്റ് ഈസ് 2 to 4 സെക്കൻഡ് 5 മീറ്റർ ഇൻക്രീസ് ചെയ്തു അല്ലേ. 0 to 4 മീറ്റർ ആണെങ്കിലോ 10 മീറ്റർ ഇൻക്രീസ് ചെയ്തു. ഓക്കെ, ദെൻ അടുത്ത 4 സെക്കൻഡിൽ നിന്ന് 6 സെക്കൻഡ് ആയപ്പോൾ 4 സെക്കൻഡ് ടു 6 സെക്കൻഡ് വീണ്ടും ഒരു 5 മീറ്റർ ഇൻക്രീസ് ചെയ്തു. ഓക്കെ, അപ്പോൾ എത്രയായി ടോട്ടല് 15 മീറ്റർ ആയി അല്ലേ. ദെൻ 6 സെക്കൻഡ് ടു 8 സെക്കൻഡ് വീണ്ടും ഒരു 5 മീറ്റർ ട്രാവൽ ചെയ്തു, ഇൻക്രീസ് ചെയ്തു. അപ്പോൾ എത്രയായി 20 മീറ്റർ. അപ്പോൾ ഓരോ 2 സെക്കൻഡ്സിലും 5 മീറ്റർ ആണ് അത് ട്രാവൽ ചെയ്തത്. ക്ലിയർ? അതാണ് പറയുന്നത് ഈക്വൽ ഇന്റർവൽ ഓഫ് ടൈമിൽ ഈക്വൽ ഡിസ്റ്റൻസ് ആണ് അത് കവർ ചെയ്യുന്നത്. ക്ലിയർ? എല്ലാവർക്കും മനസ്സിലായോ? അതായത് 0 സ്റ്റാർട്ട് ചെയ്ത് 2 സെക്കൻഡ് ആയപ്പോൾ 5 മീറ്റർ ആയി. ദെൻ 2 സെക്കൻഡിൽ നിന്ന് അടുത്ത 4 സെക്കൻഡ് ആയപ്പോൾ 4ാമത്തെ സെക്കൻഡ് ആയപ്പോൾ അത് എത്രയായി? 10 മീറ്റർ ആയി. ദെൻ 6 സെക്കൻഡ് ആയപ്പോൾ 15 മീറ്റർ ആയി. 8 സെക്കൻഡ് ആയപ്പോൾ 20 മീറ്റർ ആയി. ക്ലിയർ? സോ ഓരോ 2 സെക്കൻഡ്സിലും 5 മീറ്റർ ആണ് അത് ഇൻക്രീസ് ചെയ്യുന്നത്. 5 മീറ്റർ ട്രാവൽ ചെയ്യുന്നുണ്ട്. ഓക്കെ, ഓരോ 2 സെക്കൻഡിലും 5 മീറ്റർ ആണത് ട്രാവൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ക്ലിയർ? ദെൻ കാർ ബി ട്രാവൽഡ് 500 മീറ്റർ അലോങ് എ സ്ട്രേറ്റ് ലൈൻ, ബട്ട് ദ ഡിസ്റ്റൻസ് കവേർഡ് ബൈ ദ കാർ ഈസ് അൺഈക്വൽ ഇൻ ഈക്വൽ ഇന്റർവൽ ഓഫ് ടൈം. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ പറയുകയാണെങ്കിൽ കാർ ബി 0 സെക്കൻഡിൽ നിന്ന് 2 സെക്കൻഡ് വരെ 5 മീറ്റർ ട്രാവൽ ചെയ്തു. ദെൻ 2 to 4 സെക്കൻഡ് 2 സെക്കൻഡിൽ നിന്ന് 4ാമത്തെ സെക്കൻഡിൽ എത്തിയപ്പോൾ 4 സെക്കൻഡ് ആയപ്പോൾ കാർ ട്രാവൽ ചെയ്തത് 8 മീറ്റർ ആണെന്ന്. ഓക്കെ, അപ്പോൾ എത്ര മീറ്റർ ഇൻക്രീസ് ചെയ്ത്? 3 മീറ്റർ ആണ് ഇൻക്രീസ് ചെയ്ത് അല്ലേ. 3 മീറ്റർ ആണ് പിന്നീട് ട്രാവൽ ചെയ്ത്. ദെൻ 4 സെക്കൻഡിൽ നിന്ന് 6 സെക്കൻഡിലേക്ക് എത്തിയപ്പോൾ കാർ ട്രാവൽ ചെയ്തത് 14 മീറ്റർ ആണ്. ഓക്കെ, 14 മീറ്റർ ആയി. ഓക്കെ, അതായത് 0 to 6 സെക്കൻഡ് ആയപ്പോൾ 40 മീറ്റർ ആയി. ഓക്കെ, ദാറ്റ് ഈസ് 0 to 4 സെക്കൻഡ് വരെ 8 മീറ്റർ ആയിരുന്നു അല്ലേ. സോ നമ്മൾ ആദ്യം മുതൽ ഒന്നുകൂടി പറയുകയാണെങ്കിൽ 0 to 2 സെക്കൻഡ് 5 മീറ്റർ, ദെൻ 2 to 4 സെക്കൻഡ് ആയപ്പോൾ 8 മീറ്റർ. ഓക്കെ, ദെൻ 4 to 6 ആയപ്പോൾ 14 മീറ്റർ. ദാറ്റ് ഈസ് 8 മീറ്ററിൽ നിന്ന് 14 മീറ്ററിലേക്ക് എത്താൻ ഈ 2 സെക്കൻഡ് കൊണ്ട്, അതായത് 4 സെക്കൻഡിൽ നിന്ന് 6 സെക്കൻഡ് ആയപ്പോൾ 14 മീറ്റർ ആയി ടോട്ടല്. സോ 8 മീറ്ററിൽ നിന്നും 14 മീറ്ററിലേക്ക് എത്താൻ എത്ര മീറ്റർ ട്രാവൽ ചെയ്യണം? 6 മീറ്റർ ട്രാവൽ ചെയ്യണം അല്ലേ. സോ ആദ്യം 5 മീറ്റർ ആയിരുന്നു, 0 to 2 സെക്കൻഡ് വരെ 5 മീറ്റർ ആയിരുന്നു. ദെൻ 2 to 4 സെക്കൻഡ് ആയപ്പോൾ 3 മീറ്റർ ട്രാവൽ ചെയ്തു അല്ലേ. അപ്പോൾ സ്പീഡ് ഒന്ന് കുറഞ്ഞു എന്ന് പറയാം, അല്ലെങ്കിൽ വെലോസിറ്റി ഒന്ന് കുറഞ്ഞു എന്ന് പറയാം നമുക്ക്. ഓക്കെ, അതായത് മെല്ലെയാണ് അത് ട്രാവൽ ചെയ്ത് 3 മീറ്റർ ട്രാവൽ ചെയ്തുള്ളൂ. ക്ലിയർ? ദെൻ 4 സെക്കൻഡ് ടു 6 സെക്കൻഡ് ആയപ്പോൾ ട്രാവൽ ചെയ്ത ലെങ്ത് കൂടി. ക്ലിയർ? ദാറ്റ് ഈസ് 6 മീറ്റർ ട്രാവൽ ചെയ്ത് 14 മീറ്റർ ആയി. ഓക്കെ, സോ ഹിയർ അൺഈക്വൽ ഡിസ്റ്റൻസ് കവേർഡ് ഇൻ ഈക്വൽ ഇന്റർവൽ ഓഫ് ടൈം. ഓക്കെ, ഓരോ 2 സെക്കൻഡിലും ഒരു ഈക്വൽ പാത്ത് അല്ല, അല്ലെങ്കിൽ ഒരു ഈക്വൽ ഡിസ്റ്റൻസ് അല്ല അത് കവർ ചെയ്യുന്നത്, അൺഈക്വൽ ഡിസ്റ്റൻസ് ആണ് കവർ ചെയ്യുന്നത്. ക്ലിയർ? സോ നെക്സ്റ്റ്
car C traveled 500 meter along a circular path. The car covered equal distances in equal interval of time. സോ ഇവിടെ ഒരു സർക്കുലാർ പാത്ത് ആണ്, സ്ട്രെയിറ്റ് ലൈൻ അല്ല. സോ സർക്കുലാർ പാത്ത് എന്ന് പറയുമ്പോൾ ഒരു റൗണ്ടിൽ, ഓക്കെ. സോ ഒരു സർക്കുലാർ പാത്ത് ആണ്, 500 മീറ്റർ ആണ് സർക്കുലർ പാത്തിന്റെ ലെങ്ത്. സോ കാർ സി ഒരു റൗണ്ട് അടിച്ചു, ഓക്കെ. സോ അവിടെ ഈക്വൽ ഇന്റർവൽ ഓഫ് ടൈമിൽ ഈക്വൽ ഡിസ്റ്റൻസ് കവർ ചെയ്യുന്നുണ്ട്. ക്ലിയർ? സോ അനലൈസ് ദീസ് ആൻഡ് റൈറ്റ് ഡൗൺ ആൻസേഴ്സ് ടു ദ ഫോളോയിങ് ക്വസ്റ്റ്യൻസ്. ഈ പറഞ്ഞ സ്റ്റേറ്റ്മെന്റുകൾ ഒന്ന് അനലൈസ് ചെയ്തിട്ട് താഴെ കൊടുത്തിരിക്കുന്ന ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യാനാണ്. സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഇസ് ദ വെലോസിറ്റി ഓഫ് കാർ എ ദ സെയിം ഇൻ ഈച്ച് സെക്കൻഡ്? വൈ? ദാറ്റ് ഈസ് കാർ എ ഓരോ സെക്കൻഡിലും ട്രാവൽ ചെയ്യുന്ന വെലോസിറ്റി എന്ന് പറയുന്നത് സെയിം ആണോ? ഓരോ സെക്കൻഡിലുള്ള കാറിന്റെ വെലോസിറ്റി സെയിം ആണോ എന്ന് ചോദിക്കുന്നത്. യെസ്, ബിക്കോസ് ദ കാർ എ കവേർഡ് ഈക്വൽ ഡിസ്റ്റൻസ് ഇൻ ഈക്വൽ ഇന്റർവൽ ഓഫ് ടൈം. ഓക്കെ. സോ അവിടെ ചേഞ്ച് ഇൻ വെലോസിറ്റി എന്തായിരിക്കും? സെയിം ആയിരിക്കും. ഓക്കെ. സോ നമുക്കൊന്ന് ഞാൻ പറഞ്ഞ എക്സാമ്പിൾ വെച്ചിട്ടൊന്ന് ചെയ്തു നോക്കാം നമുക്ക്. സോ നമുക്ക് ഫസ്റ്റത്തെ വെലോസിറ്റി കാണാം, അതായത് 0 to 2 സെക്കൻഡ് വരെ. 0 സെക്കൻഡിൽ 0 മീറ്റർ ആയിരുന്നു, ഓക്കെ. ദെൻ 2 സെക്കൻഡ് ആയപ്പോൾ എത്ര മീറ്റർ ആയി? 5 മീറ്റർ ആണെന്ന് ഞാൻ എക്സാമ്പിൾ പറഞ്ഞല്ലേ, 5 മീറ്റർ എത്തി. സോ നമുക്ക് ചേഞ്ച് ഇൻ ഡിസ്പ്ലേസ്മെന്റ് ആണ് കാണേണ്ടത് അല്ലെ. സോ ചേഞ്ച് ഇൻ ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയുമ്പോൾ 5 മീറ്റർ മൈനസ് 0 മീറ്റർ ഡിവൈഡഡ് ബൈ 2 അല്ലെ. സോ 5/2 അല്ലെ. സോ 5/2 മീൻസ് 2.5 മീറ്റർ പെർ സെക്കൻഡ്. അതാണ് വെലോസിറ്റി. ക്ലിയർ? ദെൻ അടുത്ത 2 സെക്കൻഡിൽ, അതായത് 2 to 4. സോ 4 സെക്കൻഡിൽ എത്തിയപ്പോൾ 10 മീറ്റർ ആയി അല്ലെ. സോ നമുക്ക് നോക്കാം, 10 മീറ്റർ മൈനസ് 5 മീറ്റർ, ദാറ്റ് ഈസ് അടുത്ത 2 സെക്കൻഡ് എന്ന് പറയുന്നത് 2 സെക്കൻഡ് ടു 4 സെക്കൻഡ് ആണ്. സോ 2 സെക്കൻഡിൽ എത്രയാണ് അത് ട്രാവൽ ചെയ്ത ഡിസ്റ്റൻസ്? 5 മീറ്റർ ആണ്. സോ 5 മീറ്ററിന് 4 സെക്കൻഡിലേക്ക് എത്തിയപ്പോൾ 10 മീറ്റർ ആയി. സോ 4 സെക്കൻഡിലുള്ള ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് 10 മീറ്റർ. അതുപോലെ തന്നെ 2 സെക്കൻഡിലുള്ള ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് 5 മീറ്റർ ആണ്. സോ 10 മൈനസ് 5, ഓക്കെ. അതായത് ഫൈനൽ പൊസിഷൻ മൈനസ് ഇനീഷ്യൽ പൊസിഷൻ ഡിവൈഡഡ് ബൈ ടൈം. ടൈം എത്രയാണ്? 4 മൈനസ് 2 അല്ലെ. 4 സെക്കൻഡ് മൈനസ് 2 സെക്കൻഡ്. സോ ടൈം ഇന്റർവെൽ 2 സെക്കൻഡ് ആണ്. സോ നമുക്ക് എത്ര കിട്ടും? 5/2, ദാറ്റ് ഈസ് 2.5 മീറ്റർ പെർ സെക്കൻഡ്. ഓക്കെ. സോ നേരത്തെ വെലോസിറ്റിയും ഇപ്പോഴത്തെ വെലോസിറ്റി എന്താണ്? സെയിം ആണ്. സോ നമുക്ക് അടുത്തുകൂടി കാൽക്കുലേറ്റ് ചെയ്യാം. 4 സെക്കൻഡിൽ നിന്നും 6 സെക്കൻഡിലേക്ക് എത്തിയപ്പോൾ കാറ് ടോട്ടൽ എത്ര ഡിസ്റ്റൻസ് ആണ് കവർ ചെയ്തത്? 15 മീറ്റർ ആണ് കവർ ചെയ്തത് ടോട്ടൽ അല്ലെ. സോ 6 സെക്കൻഡിൽ 15 മീറ്റർ, 4 സെക്കൻഡിൽ 10 മീറ്റർ അല്ലെ. സോ ഇതാണ് അതിന്റെ ടൈം ഇന്റർവെല്. സോ നമുക്ക് ഫൈനൽ പൊസിഷൻ എന്ന് പറയുന്നത്, ഫൈനൽ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് എത്രയാണ്? 15 മീറ്റർ ആണ് അല്ലെ. സോ 15 മൈനസ് ഇനീഷ്യൽ പൊസിഷൻ എത്രയാണ്? 10 അല്ലെ. 4 സെക്കൻഡിൽ 10 മീറ്റർ ആണ്. സോ 15 മൈനസ് 10 ഡിവൈഡഡ് ബൈ 6 മൈനസ് 4, അതാണ് ടൈം ഇന്റർവെൽ അല്ലെ. 6 സെക്കൻഡ് ആണ് ലാസ്റ്റ് ടൈം. ഇനീഷ്യൽ ടൈം എന്ന് പറയുന്നത് 4 സെക്കൻഡ് ആണ്. സോ ഇന്റർവെൽ എത്ര കിട്ടും നമുക്ക്? 2 സെക്കൻഡ് ആണ് അല്ലെ. സോ 15 മൈനസ് 10 5 ആണ്. സോ ടൈം ഇന്റർവെൽ 2 ആണ്. സോ 5/2 ഈക്വൽ ടു 2.5 മീറ്റർ പെർ സെക്കൻഡ്. സോ ഇവിടെ വെലോസിറ്റി എന്താണ്? സെയിം ആണ് അല്ലെ. ഓരോ സെക്കൻഡിലും ഓരോ ടൈം ഇന്റർവെലുള്ള കാറിന്റെ വെലോസിറ്റി എന്ന് പറയുന്നത് സെയിം ആണ്. ക്ലിയർ? സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇസ് ദ വെലോസിറ്റി ഓഫ് കാർ ബി ദ സെയിം ഇൻ ഈച്ച് സെക്കൻഡ്? വൈ? കാർ ബിയുടെ വെലോസിറ്റി ഓരോ സെക്കൻഡിലും സെയിം ആണോ എന്ന് ചോദിക്കുന്നത്. അല്ല. ഓക്കെ. നോ, ബിക്കോസ് ദ കാർ ബി കവേർഡ് അൺഈക്വൽ ഡിസ്റ്റൻസസ് ഇൻ ഈക്വൽ ഇന്റർവൽ ഓഫ് ടൈം. ഓരോ 2 സെക്കൻഡിലും അത് അൺഈക്വൽ ഡിസ്റ്റൻസ് ആണ് കവർ ചെയ്യുന്നത്. ഓക്കെ. സോ ഞാൻ നേരത്തെ പറഞ്ഞ എക്സാമ്പിൾ നിങ്ങൾക്ക് ഓർമ്മയുണ്ടെന്ന് വിചാരിക്കുന്നു. അത് ആദ്യം 5 മീറ്റർ ട്രാവൽ ചെയ്തു, ദെൻ 3 മീറ്റർ ആണ് ഇൻക്രീസ് ചെയ്ത്, ദെൻ 6 മീറ്റർ ഇൻക്രീസ് ചെയ്തു അല്ലെ. ആദ്യം 0 to 2 സെക്കൻഡ് വരെ 5 മീറ്റർ, ദെൻ 2 to 4 സെക്കൻഡ് ആയപ്പോൾ 8 മീറ്റർ ആയി, ദെൻ 4 to 6 സെക്കൻഡ് ആയപ്പോൾ 14 മീറ്റർ ആയി അല്ലെ. സോ ആദ്യം 5 മീറ്റർ ട്രാവൽ ചെയ്തു, ദെൻ 3 മീറ്റർ ആണ് ട്രാവൽ ചെയ്ത്, ദെൻ 6 മീറ്റർ ആണ് ട്രാവൽ ചെയ്ത്. സോ ഓരോ 2 സെക്കൻഡിലും അൺഈക്വൽ ഡിസ്റ്റൻസ് ആണ് അത് ട്രാവൽ ചെയ്യുന്നത്, അല്ലെങ്കിൽ അൺഈക്വൽ ഡിസ്റ്റൻസ് ആണ് കവർ ചെയ്യുന്നത്. ക്ലിയർ? സോ അതിന്റെ വെലോസിറ്റി ഓരോ 2 സെക്കൻഡിലും എന്തായിരിക്കും? ഡിഫറെന്റ് ആയിരിക്കും. ക്ലിയർ? തേർഡ് ക്വസ്റ്റ്യൻ, ഇസ് ദ വെലോസിറ്റി ഓഫ് കാർ സി ദ സെയിം ഇൻ ഈച്ച് സെക്കൻഡ്? വൈ? ദ ആൻസർ ഈസ് നോ. ഓക്കെ. സോ നിങ്ങൾക്ക് ഇവിടെ ഒരു ഡൗട്ട് വരാൻ സാധ്യതയുണ്ട്. എന്താണ്?
അവിടെ സ്റ്റേറ്റ്മെന്റ് പറഞ്ഞിട്ടുള്ളത് ദ കാർ കവേർഡ് ഈക്വൽ ഡിസ്റ്റൻസസ് ഇൻ ഈക്വൽ ഇന്റർവെൽസ് ഓഫ് ടൈം അല്ലെ. അതായത് ഓരോ ഇന്റർവെൽ ഓഫ് ടൈമിലും ഈക്വൽ ഇന്റർവെൽ ഓഫ് ടൈമിൽ ഈക്വൽ ഡിസ്റ്റൻസ് ആണ് കവർ ചെയ്യുന്നത്. സോ അവിടെ വെലോസിറ്റി സെയിം അല്ലേ ആവേണ്ടത്, കാരണം ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റിൽ കാർ എ എന്താണ് ഓരോ സെക്കൻഡിലും കവർ ചെയ്യുന്ന ഡിസ്റ്റൻസ് ഈക്വൽ ആണ്. സോ അതിന്റെ വെലോസിറ്റി എന്താണ് ഓരോ സെക്കൻഡിലും സെയിം ആണെന്ന് ഞാൻ പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ ഇവിടെ അങ്ങനെ ആയിരിക്കണ്ടേ? അല്ല. എന്താണ് കാരണം? ഇവിടെ കാർ സി ട്രാവൽ ചെയ്യുന്ന ഒരു സർക്കുലാർ പാത്തിലാണ്, സ്ട്രെയിറ്റ് ലൈൻ അല്ല. സോ സർക്കുലാർ പാത്തില് അതിന്റെ ഡയറക്ഷൻ ചേഞ്ച് ചെയ്യുന്നുണ്ട്. ഞാൻ പറഞ്ഞു വെലോസിറ്റി ഹാസ് ബോത്ത് ഡയറക്ഷൻ ആൻഡ് മാഗ്നിറ്റ്യൂഡ്. ഓക്കെ, സോ സർക്കുലാർ പാത്തില് ഓരോ സെക്കൻഡിലുള്ള ഡയറക്ഷൻ അതിന്റെ ടാൻജന്റ് ആയിരിക്കും. ക്ലിയർ? സോ ഒരു സ്ട്രെയിറ്റ് ലൈനിൽ പോവാണെങ്കിൽ ഡയറക്ഷൻ എന്താണ്? സെയിം ആണ്. ഓക്കെ, ഓരോ സെക്കൻഡിലും അതിന്റെ ഡയറക്ഷൻ എന്ന് പറയുന്നത് സെയിം ആണ്, സ്ട്രെയിറ്റ് ലൈൻ അല്ലെ. എന്നാൽ സർക്കുലാർ പാത്തില് അതിന്റെ ഓരോ സെക്കൻഡ് കാർ ട്രാവൽ ചെയ്യുന്ന ഓരോ സെക്കൻഡിലുള്ള കാറിന്റെ ഡയറക്ഷൻ എന്ന് പറയുന്നത് എന്തായിരിക്കും? ആ കാറിന്റെ ടാൻജന്റ് ആയിരിക്കും. ക്ലിയർ? സോ അതിനൊരു എക്സാമ്പിൾ ഞാൻ പറയുകയാണെങ്കിൽ, ടാൻജന്റിന് ഒരു എക്സാമ്പിൾ ഞാൻ പറയുകയാണെങ്കിൽ, നിങ്ങളൊരു സ്റ്റോണ്, ഒരു കല്ല് ഒരു നൂലിൽ കെട്ടിയിട്ട് കറക്കി വെക്കുക, അല്ലെങ്കിൽ ചെറിയൊരു കയറിൽ കെട്ടിയിട്ട് ഒന്ന് കൈകൊണ്ടൊന്ന് കറക്കി വെക്കുക സ്പീഡിൽ. സോ ഈ കറക്കുന്നതിന്റെ ഇടയിൽ പെട്ടെന്ന് ആ കല്ല് നിങ്ങൾ ആ കയറൊന്ന് വിട്ടാൽ ആ കല്ല് എങ്ങോട്ടാ പോകുന്ന നോക്കും നിങ്ങൾ? ആ കല്ല് ആ റൗണ്ടിൽ ഇങ്ങനെ കറങ്ങിയാണ്ടാണ് വീഴുക? അല്ല. ആ കല്ല് നിങ്ങൾ ഏത് പോയിന്റിലാണോ അല്ലെങ്കിൽ ഏത് സെക്കൻഡിലാണോ നിങ്ങൾ കയറ് വിട്ടത്, സോ ആ പൊസിഷന്റെ നേരെ സ്ട്രേറ്റ് ലൈനായിട്ടായിരിക്കും കല്ല് തെറിച്ചു പോവുക. ഓക്കെ, സോ സർക്കുലാർ മോഷനിൽ ഇരിക്കുന്ന അല്ലെങ്കിൽ ഒരു സർക്കുലാർ പാത്തിൽ ട്രാവൽ ചെയ്യുന്ന ഏതൊരു ഒബ്ജക്റ്റിന്റെയും ഡയറക്ഷൻ എന്ന് പറയുന്നത് അതിന്റെ ടാൻജന്റ് ആയിരിക്കും. ഓക്കെ, നിങ്ങൾ വലിയ ക്ലാസ്സിൽ പഠിക്കട്ടോ. സോ ഡയറക്ഷൻ ചേഞ്ച് ചെയ്യുന്നുണ്ട്. സോ ഡയറക്ഷൻ ചേഞ്ച് ചെയ്താൽ എന്താണ്? അതിന്റെ വെലോസിറ്റിയും ചേഞ്ച് ചെയ്യും. ക്ലിയർ? സോ വി ക്യാൻ കൺക്ലൂഡ് ദാറ്റ് ഇഫ് ദ ഡയറക്ഷൻ ഓഫ് മോഷൻ ചേഞ്ചസ് ദ വെലോസിറ്റി ആൾസോ ചേഞ്ചസ്. ക്ലിയർ? ദാറ്റ് ഈസ് ഒരു ഒബ്ജക്റ്റിന്റെ മോഷന്റെ ഡയറക്ഷൻ ചേഞ്ച് ചെയ്താൽ അതിന്റെ വെലോസിറ്റിയും ചേഞ്ച് ചെയ്യും. ക്ലിയർ? ദാറ്റ് ഈസ് വെലോസിറ്റി ഹാസ് ബോത്ത് ഡയറക്ഷൻ ആൻഡ് മാഗ്നിറ്റ്യൂഡ്. ക്ലിയർ? A body has uniform velocity if it covers equal displacements in the same direction in equal intervals of time. Okay. If either speed or direction changes, the velocity is non-uniform. Okay. So, direction or speed or change ചെയ്താൽ velocity non-uniform ആവും. Clear? So, എപ്പോഴാണ് യൂണിഫോം വെലോസിറ്റി ആയിരിക്കുക? സ്പീഡും അതിന്റെ ഡയറക്ഷനും എന്തായിരിക്കണം? സെയിം ആയിരിക്കണം. ഓക്കെ, സ്പീഡ് എപ്പോഴും അത് ഓരോ ഇന്റർവൽ ഓഫ് ടൈമിൽ സ്പീഡ് സെയിം ആയാലും അതുപോലെ തന്നെ ഡയറക്ഷൻ സെയിം ആയാലും, അഥവാ ഡയറക്ഷൻ സെയിം ആവുമ്പോൾ എപ്പോഴാണ്? സ്ട്രേറ്റ് ലൈൻ ആയിരിക്കണം. ഓക്കെ, സോ സ്ട്രേറ്റ് ലൈനിൽ സെയിം സ്പീഡിൽ ട്രാവൽ ചെയ്യുന്ന ഒരു ഒബ്ജക്റ്റിന്റെ വെലോസിറ്റി എന്തായിരിക്കും? യൂണിഫോം ആയിരിക്കും. ഓക്കെ, ഇനി ഓരോ സെക്കൻഡിലും അതിന്റെ സ്പീഡ് കൂടുന്നുണ്ട്, അതുപോലെ തന്നെ അത് സർക്കുലർ മോഷനിലാണ് ട്രാവൽ ചെയ്യുന്നതെങ്കിൽ, അല്ലെങ്കിൽ സ്ട്രേറ്റ് ലൈൻ അല്ല, ഓക്കെ, അതിന് തോന്നിയ ഡയറക്ഷനിലാണ് അത് മൂവ് ചെയ്യുന്നെങ്കിൽ ആ ഒബ്ജക്റ്റിന്റെ വെലോസിറ്റി എന്തായിരിക്കും? നോൺ യൂണിഫോം ആയിരിക്കും. ഓക്കെ, സോ ബേസ്ഡ് ഓൺ ദ എബോവ് ഇൻഫർമേഷൻ കംപ്ലീറ്റ് ദ ടേബിൾ ഗിവൺ ബിലോ. ഓക്കെ, സോ ഒരു ടേബിൾ കൊടുത്തിട്ടുണ്ട്. സോ ടേബിൾ എല്ലാവരും നോക്കൂ. കാർ എ, കാർ ബി, കാർ സി. യൂണിഫോം വെലോസിറ്റി, നോൺ യൂണിഫോം വെലോസിറ്റി, റീസൺ. സോ കാർ എ യൂണിഫോം വെലോസിറ്റി ആണ്, അവിടെ ടിക്ക് ഇട്ടിട്ടുണ്ട് അല്ലെ. എല്ലാവർക്കും അറിയാം, ഞാൻ നേരത്തെ പറഞ്ഞു കാർ എ യൂണിഫോം വെലോസിറ്റി ആണ്. എന്താണ് റീസൺ? നെയ്തർ ദ മാഗ്നിറ്റ്യൂഡ് നോർ ദ ഡയറക്ഷൻ ചേഞ്ചസ്. ദാറ്റ് ഈസ് ഡയറക്ഷനോ അതിന്റെ മാഗ്നിറ്റ്യൂഡോ ചേഞ്ച് ചെയ്യുന്നില്ല. ക്ലിയർ? ദെൻ കാർ ബി. കാർ ബി എന്താണ്? നോൺ യൂണിഫോം വെലോസിറ്റി ആണ്. എന്താണ് റീസൺ? അവിടെ ഡയറക്ഷൻ ചേഞ്ച് ചെയ്യുന്നുണ്ടോ? ഇല്ല, സ്ട്രേറ്റ് ലൈനിലാണ് മൂവ് ചെയ്യുന്നത്, പക്ഷെ മാഗ്നിറ്റ്യൂഡ് ചേഞ്ച് ചെയ്യുന്നുണ്ട്. ക്ലിയർ? അതായത് ഓരോ സെക്കൻഡിലും അത് ട്രാവൽ ചെയ്യുന്ന ഡിസ്റ്റൻസ് എന്താണ്? അൺഈക്വൽ ഡിസ്റ്റൻസ് ആണ്. ഓക്കെ, സോ വി ക്യാൻ റൈറ്റ് ദാറ്റ് the direction of the velocity does not changes but the magnitude of the velocity changes. Clear? So direction change ചെയ്യുന്നില്ല, but the magnitude is changes. So speed change ചെയ്താൽ എന്ത് സംഭവിക്കും? velocity change ചെയ്യും. Clear? So velocity non uniform ആയിരിക്കും. Clear? So car C എന്താണ്? non uniform velocity ആണ് അല്ലേ? What is the reason? So car C equal interval of timeല് equal പാത്താണ് ട്രാവൽ ചെയ്യുന്നെങ്കിൽ പോലും അവിടെ എന്താണ്? അതിന്റെ ഡയറക്ഷൻ ചേഞ്ച് ചെയ്യുന്നുണ്ട്. സോ റീസൺ എന്താണ്? മാഗ്നിറ്റ്യൂഡ് ഓഫ് വെലോസിറ്റി ഡസ് നോട്ട് ചേഞ്ച്, ഡയറക്ഷൻ ചേഞ്ചസ്. ക്ലിയർ? ദാറ്റ് ഈസ് അവിടെ മാഗ്നിറ്റ്യൂഡ് അതിന്റെ സ്പീഡ് ചേഞ്ച് ചെയ്യുന്നില്ല, സെയിം സ്പീഡിലാണ് അത് ട്രാവൽ ചെയ്യുന്നത്. ക്ലിയർ? സോ വെലോസിറ്റി എന്താണ്? സെയിം ആയിരിക്കും.
സോ വെലോസിറ്റിയുടെ മാഗ്നിറ്റ്യൂഡ് ചേഞ്ച് ചെയ്യുന്നില്ല, ബട്ട് ഡയറക്ഷൻ ചേഞ്ചസ്. സോ വെലോസിറ്റിയുടെ കാര്യത്തിൽ നമുക്ക് അതിന്റെ മാഗ്നിറ്റ്യൂഡും അതിന്റെ ഡയറക്ഷനും നമ്മൾ പരിഗണിക്കണം. ക്ലിയർ? സോ വെലോസിറ്റി ഈസ് എ വെക്ടർ ക്വാണ്ടിറ്റി. ക്ലിയർ? വെലോസിറ്റി ഒരു വെക്ടർ ക്വാണ്ടിറ്റി ആയതുകൊണ്ട് തന്നെ നമ്മൾ അതിന്റെ ഡയറക്ഷനും അതിന്റെ മാഗ്നിറ്റ്യൂഡും നോക്കണം. ക്ലിയർ? Then you might have learned to distinguish between uniform velocity and non-uniform velocity. Okay, so uniform velocityയും നോൺ യൂണിഫോം വെലോസിറ്റിയും തമ്മിലുള്ള ഡിഫറൻസസ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. Now find out examples for bodies traveling in uniform as well as non-uniform velocity and write them down. Okay, so uniform velocityയിലും നോൺ യൂണിഫോം വെലോസിറ്റിയിലും ട്രാവൽ ചെയ്യുന്ന ഒബ്ജക്ട്സ് അല്ലെങ്കിൽ അതിന് എക്സാമ്പിൾസ് എഴുതാനാണ് പറയുന്നത്. ക്ലിയർ? സോ യൂണിഫോം വെലോസിറ്റിയിൽ ട്രാവൽ ചെയ്യുന്ന ഒബ്ജക്ട്സിന് എക്സാമ്പിൾസ് വളരെ കുറവാണ്. ഓക്കെ, സോ വെൻ ലൈറ്റ് ട്രാവൽസ് ത്രൂ വാക്വം. ഓക്കെ, വാക്വം എന്ന് പറഞ്ഞ ശൂന്യത. ഓക്കെ, സോ ലൈറ്റ് ട്രാവൽ ചെയ്യുന്നത് യൂണിഫോം വെലോസിറ്റിയാണ്. സോ യൂണിഫോം വെലോസിറ്റിയിലാണ് ലൈറ്റ് ട്രാവൽ ചെയ്യുന്നത്. സോ ലൈറ്റിന്റെ സ്പീഡ് ഒരിക്കലും ചേഞ്ച് ചെയ്യില്ല. ഓക്കെ, സോ നോൺ യൂണിഫോം വെലോസിറ്റിക്ക് ഒരുപാട് എക്സാമ്പിൾസ് ഉണ്ട്. ഫസ്റ്റ് എക്സാമ്പിൾ, എ ട്രെയിൻ സ്റ്റാർട്ടിംഗ് ആൻഡ് മൂവിംഗ് ഔട്ട് ഓഫ് ദി സ്റ്റേഷൻ. സോ റെയിൽവേ സ്റ്റേഷനിൽ നിൽക്കുന്ന ഒരു ട്രെയിന് സ്റ്റാർട്ട് ചെയ്ത് മുന്നോട്ട് ട്രാവൽ ചെയ്യുക, മൂവ് ചെയ്യുക. ഓക്കെ, സോ അതിന്റെ സ്പീഡ് എന്തായിരിക്കും? റെസ്റ്റിലിരിക്കുമ്പോൾ 0 ആണ്. സോ ട്രെയിൻ സ്റ്റാർട്ട് ചെയ്തിട്ട് മെല്ലെ അതിന്റെ സ്പീഡ് കൂടി കൂടി വരും, അല്ലെ, ഇൻക്രീസ് ചെയ്ത് പോകും. സോ അത് നോൺ യൂണിഫോം വെലോസിറ്റിക്ക് എക്സാമ്പിൾ ആണ്. ദെൻ അടുത്ത എക്സാമ്പിൾ എന്താണ്? സ്റ്റേഷനിലേക്ക് വന്നുകൊണ്ടിരിക്കുന്ന ഒരു ട്രെയിൻ, ദാറ്റ് ഈസ് എ ട്രെയിൻ റീച്ചിങ് ടു ദി സ്റ്റേഷൻ, അല്ലെ. കാരണം നല്ല സ്പീഡിൽ വരുന്ന ഒരു ട്രെയിന് സ്റ്റേഷനിലേക്ക് എത്തുമ്പോൾ അതിന്റെ സ്പീഡ് കുറയും, അല്ലെ, വെലോസിറ്റി കുറഞ്ഞു കുറഞ്ഞു വരും. ഓക്കെ, സോ അത് നോൺ യൂണിഫോം വെലോസിറ്റിക്ക് എക്സാമ്പിൾ ആണ്. ദെൻ എ കോക്കനട്ട് ഫാൾസ് ഫ്രം എ കോക്കനട്ട് ട്രീ. ഓക്കെ, ഒരു തെങ്ങിൽ നിന്നും ഒരു തേങ്ങ വീഴുന്നത്, അല്ലെ. സോ ആ തെങ്ങിന്റെ മുകളിൽ നിന്ന് താഴേക്ക് വരുന്തോറും അതിന്റെ സ്പീഡ് കൂടി കൂടി വരും, അല്ലെ. സോ താഴേക്ക് എത്തുന്തോറും അതിന്റെ സ്പീഡ് മാക്സിമം ആയിരിക്കും, അല്ലെ. സോ തെങ്ങിന്റെ ഹൈറ്റ് കൂടിയാൽ എന്ത് കൂടും? അതിന്റെ സ്പീഡും അതിന്റെ വെലോസിറ്റി ഒക്കെ കൂടും. സോ നോൺ യൂണിഫോം വെലോസിറ്റി എക്സാമ്പിൾ ആണ് ഒരു തേങ്ങ വീഴുന്നത്. തേങ്ങ വീഴുന്നത് മാത്രമല്ല, എല്ലാ ഒബ്ജക്ട്സും, ഒരു ഹൈറ്റിലുള്ള ഏതൊരു ഒബ്ജക്റ്റും താഴേക്ക് ഫോളോ ചെയ്യുന്ന എന്താണ്? ഒരു നോൺ യൂണിഫോം വെലോസിറ്റിക്ക് എക്സാമ്പിൾ ആണ്. ക്ലിയർ? ദെൻ നെക്സ്റ്റ് എക്സാമ്പിൾ, എ ബോൾ റോളിംഗ് ഓൺ ഗ്രൗണ്ട്. ഒരു ഗ്രൗണ്ടിലൂടെ ഒരു ബോൾ നമ്മൾ ഉരുട്ടുന്നത്. ഓക്കെ, സോ നമ്മളൊരു ഗ്രൗണ്ടിൽ ഒരു ബോൾ കാലുകൊണ്ടൊന്ന് അടിക്കുക. സോ നല്ല സ്പീഡിൽ പോകൂലേ. സോ കുറച്ച് കഴിഞ്ഞാൽ ആ ബോൾ മെല്ലെ അതിന്റെ സ്പീഡ് കുറഞ്ഞ് റെസ്റ്റിലേക്ക് എത്തും. ഓക്കെ, സോ തറയിലൂടെ ഒരു ബോൾ ഉരുണ്ട് പോകുന്നത് എന്താണ്? റോൾ ചെയ്ത് പോകുന്നത് ഒരു നോൺ യൂണിഫോം വെലോസിറ്റിക്ക് എക്സാമ്പിൾ ആണ്. ഓക്കെ, അതായത് അതിന്റെ സ്പീഡ് കുറഞ്ഞ് എന്ത് ചെയ്യും? അതവിടെ സ്റ്റോപ്പ് ചെയ്യും അവസാനം, അല്ലെ. സോ ഇതൊക്കെ നോൺ യൂണിഫോം വെലോസിറ്റിക്കുള്ള എക്സാമ്പിൾസ് ആണ്. ഓക്കെ, നമ്മുടെ ഡെയിലി ലൈഫിൽ നമ്മൾ കാണുന്ന എക്സാമ്പിൾസ് ആണ് ഇതൊക്കെ. സോ ഒരുപാട് എക്സാമ്പിൾസ് ഉണ്ട്. ഓക്കെ, എല്ലാ വെഹിക്കിൾസും ട്രാവൽ ചെയ്യുന്നത് നോൺ യൂണിഫോം വെലോസിറ്റിയിലാണ്. ഓക്കെ, സോ നോൺ യൂണിഫോം വെലോസിറ്റിക്ക് ഒരുപാട് എക്സാമ്പിൾസ് നമ്മുടെ ഡെയിലി ലൈഫിൽ ഉണ്ട്. ക്ലിയർ? സോ അവർ നെക്സ്റ്റ് ടോപ്പിക് ഈസ് ആക്സിലറേഷൻ. ഓക്കെ, സോ ആക്സിലറേഷൻ എന്ന് പറയുന്ന ടേം നിങ്ങൾ ആദ്യമായിട്ടായിരിക്കും കേൾക്കുന്നത്. ഓക്കെ, സോ ഇമ്പോർട്ടന്റ് ടോപ്പിക് ആണ്. സോ ഫസ്റ്റ് ഓഫ് ഓൾ എന്താണ് ആക്സിലറേഷൻ ഞാൻ പെട്ടെന്ന് പറഞ്ഞു തരാം. ഓക്കെ, സോ ആക്സിലറേഷൻ എന്ന് പറയുന്നത് ചേഞ്ച് ഇൻ വെലോസിറ്റി ഇൻ യൂണിറ്റ് ടൈം ഓർ റേറ്റ് ഓഫ് ചേഞ്ച് ഇൻ വെലോസിറ്റി ഇൻ യൂണിറ്റ് ടൈം. ഓക്കെ, ദാറ്റ് ഈസ് വെലോസിറ്റിയിൽ ഉണ്ടാവുന്ന ചേഞ്ച്, ഓക്കെ, ഇൻ എ ഡെഫിനിറ്റ് ഇന്റർവൽ ഓഫ് ടൈം, ദാറ്റ് ഈസ് ആക്സിലറേഷൻ. സോ എന്താണ് വെലോസിറ്റി? ഡിസ്പ്ലേസ്മെന്റിൽ ഉണ്ടാവുന്ന ചേഞ്ച് ആണ് വെലോസിറ്റി ഇൻ എ ഡെഫിനിറ്റ് ഇന്റർവൽ ഓഫ് ടൈം. ഒരു പെർട്ടിക്കുലർ ടൈം ഇന്റർവെല്ലില് ഒരു ബോഡിയുടെ ഡിസ്പ്ലേസ്മെന്റിൽ ഉണ്ടാവുന്ന ചേഞ്ച്, അല്ലെ, ഫൈനൽ പൊസിഷൻ, ഇനീഷ്യൽ പൊസിഷൻ. സോ ആ പൊസിഷനുകൾ തമ്മിലുള്ള ചേഞ്ച് എത്രയാണോ അതിന്റെ ടൈം കൊണ്ട്, അതായത് അതിന്റെ പൊസിഷൻ മാറാനെടുത്ത സമയം എത്രയാണോ അതുകൊണ്ട് ഡിവൈഡ് ചെയ്താൽ നമുക്ക് വെലോസിറ്റി കിട്ടും. അതുപോലെ തന്നെ ഒരു ബോഡിയുടെ വെലോസിറ്റിയിൽ ഉണ്ടാകുന്ന ചേഞ്ച്, ഓക്കെ, വെലോസിറ്റി കൂടുന്നുണ്ട് കുറയുന്നുണ്ട്, അല്ലെ. സോ വെലോസിറ്റിയിൽ ഉണ്ടാകുന്ന ചേഞ്ച്, ഫൈനൽ വെലോസിറ്റി മൈനസ് ഇനീഷ്യൽ വെലോസിറ്റി ഡിവൈഡഡ് ബൈ ആ ചേഞ്ചിനെടുത്ത ടൈം. ഓക്കെ, ആ ടൈം കൊണ്ട് അതിനെ ഡിവൈഡ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? ആക്സിലറേഷൻ കിട്ടും. ക്ലിയർ? സോ ആക്സിലറേഷൻ ഈസ് എ വെക്ടർ ക്വാണ്ടിറ്റി. ക്ലിയർ? സോ ഡിസ്പ്ലേസ്മെന്റ് ഒരു വെക്ടർ ക്വാണ്ടിറ്റി ആണ്, അതുകൊണ്ട് തന്നെ വെലോസിറ്റി ഒരു വെക്ടർ ക്വാണ്ടിറ്റി ആണ്, അതുകൊണ്ട് തന്നെ ആക്സിലറേഷനും ഒരു വെക്ടർ ക്വാണ്ടിറ്റി ആണ്. സോ ആക്സിലറേഷൻ ഹാസ് ബോത്ത് magnitude and direction. Clear? So we can enter to the topic acceleration. Imagine that you are sitting inside a car. The velocity of the car keeps on changing when it starts and moves forward along a straight line path. How does the driver manage this? Observe the figure
showing the use of a device used for bringing about change in velocity, namely the accelerator. So എല്ലാവർക്കും അറിയാവുന്ന ഒരു ടേമാണ് ആക്സിലറേറ്റർ അല്ലെ. എല്ലാ വെഹിക്കിൾസിലും ഉള്ള ഒരു പാർട്ടാണ് ആക്സിലറേറ്റർ അല്ലെ. എല്ലാ വെഹിക്കിൾസിന്റെയും സ്പീഡ് കൺട്രോൾ ചെയ്യുന്നത് ആക്സിലറേറ്റർ വഴിയാണ് അല്ലെ. സോ ആക്സിലറേറ്റർ നമ്മൾ താഴേക്ക് പ്രസ് ചെയ്താൽ സ്പീഡ് കൂടും, ആക്സിലറേറ്റർ നമ്മൾ റിലീസ് ചെയ്താൽ സ്പീഡ് കുറയും. സോ ആക്സിലറേറ്റർ ആണ് ഒരു വെഹിക്കിളിന്റെ സ്പീഡ് കൺട്രോൾ ചെയ്യുന്നത്. ക്ലിയർ? സോ ആക്സിലറേറ്ററും ബ്രേക്കും ഉണ്ട്. മെയിൻലി എന്താണ്? ആക്സിലറേറ്റർ ആണ്. ഓക്കെ. സോ ആ വേർഡ് തന്നെ ഉണ്ട് ആക്സിലറേഷൻ അല്ലെ. സോ അവിടെ വെലോസിറ്റി ചേഞ്ച് ചെയ്യുന്നത് ആര് യൂസ് ചെയ്തിട്ടാണ്? ആക്സിലറേറ്റർ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ വെലോസിറ്റി ചേഞ്ച് ചെയ്യുന്നത്, അഥവാ സ്പീഡ് ചേഞ്ച് ചെയ്യുന്നത്. ഓക്കെ. സോ നമ്മൾ വെഹിക്കിൾസിലൊക്കെ സ്പീഡോമീറ്റർ കണ്ടിട്ടില്ലേ? ഓക്കെ. സോ അവിടെ സ്പീഡാണ് നമ്മൾ പറയുക. വെലോസിറ്റി എന്ന് പറഞ്ഞാൽ അതിന് ഡയറക്ഷനും ഉണ്ട്, അപ്പോഴാണ് അത് വെലോസിറ്റി വന്നത്. ക്ലിയർ? സോ നമുക്ക് ടെക്സ്റ്റ് ബുക്കിലുള്ള ഒരു എക്സാമ്പിളിലേക്ക് വരാം. ഡീറ്റെയിൽസ് ഓഫ് ദി ജേർണി ഓഫ് എ കാർ ഇൻ എ സ്ട്രേറ്റ് ലൈൻ ആർ ഗിവൺ ആസ് എ ലൈൻ ഡയഗ്രാം. അനലൈസ് ദ ഇൻഫർമേഷൻ ആൻഡ് കംപ്ലീറ്റ് ടേബിൾ. സോ ഇവിടെ ABCDEF. ഓക്കെ. ഒരു കാറിന്റെ സ്ട്രേറ്റ് ലൈൻ പാത്തിലുള്ള ജേണിയാണ് കൊടുത്തിട്ടുള്ളത്. സോ 0 സെക്കൻഡിൽ ദാറ്റ് ഈസ് എ എന്ന പോയിന്റിൽ 0 മീറ്റർ പെർ സെക്കൻഡ് ആണ് വെലോസിറ്റി. ദെൻ ബിയിൽ എത്തിയപ്പോൾ 5 സെക്കൻഡ് ആയി, 5 മീറ്റർ പെർ സെക്കൻഡ്. ദെൻ സിയിൽ എത്തിയപ്പോൾ 10 സെക്കൻഡ്, 10 മീറ്റർ പെർ സെക്കൻഡ്. ദെൻ ഡിയിൽ എത്തിയപ്പോൾ 10 മീറ്റർ പെർ സെക്കൻഡ്. ഓക്കെ. അപ്പോൾ 15 സെക്കൻഡ് ആയിട്ടുണ്ട്. ദെൻ ഇയിൽ എത്തിയപ്പോൾ 20 സെക്കൻഡ്, ദെൻ 6 മീറ്റർ പെർ സെക്കൻഡ്. ദാറ്റ് ഈസ് വെലോസിറ്റി കുറഞ്ഞു അല്ലെ. ദെൻ എഫിൽ എത്തിയപ്പോൾ 25 സെക്കൻഡ്, 0 മീറ്റർ പെർ സെക്കൻഡ്. ദാറ്റ് ഈസ് ആ കാറ് സ്റ്റോപ്പ് ആയിട്ടുണ്ട്. 0 മീറ്റർ പെർ സെക്കൻഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? അത് സ്റ്റോപ്പ് ആയി. ക്ലിയർ? സോ വെലോസിറ്റി അറ്റ് എ ഈസ് ദ ഇനീഷ്യൽ വെലോസിറ്റി വെൻ വി കൺസിഡർ ദ ജേർണി ഫ്രം എ ടു ബി. ഓക്കെ. സോ നമ്മൾ എ ടു ബി കൺസിഡർ ചെയ്യുകയാണെങ്കിൽ എ എന്ന് പറയുന്നത് ഇനീഷ്യൽ വെലോസിറ്റി ആണ്, ബി എന്ന് പറയുന്നത് ഫൈനൽ വെലോസിറ്റി ആണ്. സോ ദ വെലോസിറ്റി അറ്റ് ബി ഈസ് ദ ഫൈനൽ വെലോസിറ്റി. While considering B to C, velocity at B is the initial velocity and that C is the final velocity. Okay. This is the same in the case of other stages as well. Okay. So ഓരോ സ്റ്റേജിലും A to B എടുക്കുകയാണെങ്കിൽ A initial velocity ആണ്, B final velocity ആണ്. Then B to C എന്ന് പറയുന്ന ഇന്റർവെൽ എടുക്കുകയാണെങ്കിൽ B initial velocity ആണ്, C final velocity ആണ്. Then C to D എടുക്കുകയാണെങ്കിൽ C initial velocity ആണ്, D final velocity ആണ്. സോ അങ്ങനെ ഇ ടു എഫ് വരെ നമുക്ക് എടുക്കാം അല്ലെ. സോ ഇ ടു എഫ് എടുക്കുകയാണെങ്കിൽ ഇ എന്ന് പറയുന്നത് ഇനീഷ്യൽ വെലോസിറ്റി ആണ്, എഫ് എന്ന് പറയുന്നത് ഫൈനൽ വെലോസിറ്റി ആണ്. ക്ലിയർ? സോ നമുക്ക് ഈ ഡീറ്റെയിൽസ് യൂസ് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യണം? ഈ ടേബിൾ ഒന്ന് കംപ്ലീറ്റ് ആക്കണം. ഓക്കെ. സോ എന്തൊക്കെയാണ് ടേബിളിൽ കൊടുത്തിട്ടുള്ളത് നോക്കൂ. ഡിസ്റ്റൻസ് ട്രാവൽഡ് ബൈ ദ കാർ, ദെൻ ഇനീഷ്യൽ വെലോസിറ്റി യു. ഇനീഷ്യൽ വെലോസിറ്റിയെ നമ്മൾ യു എന്ന് പറയുന്ന ലെറ്റർ കൊണ്ടാണ് റെപ്രസെന്റ് ചെയ്യുക. ഓക്കെ. ദെൻ ഫൈനൽ വെലോസിറ്റി വി, സ്മോൾ ലെറ്റർ വി ആണ് കേട്ടോ. അതുപോലെ തന്നെ ഇനീഷ്യൽ വെലോസിറ്റി സ്മോൾ ലെറ്റർ യു ആണ്. ഓക്കെ. ദെൻ ചേഞ്ച് ഇൻ വെലോസിറ്റി, വെലോസിറ്റിയിലുള്ള ചേഞ്ച്. ഓക്കെ. ദാറ്റ് ഈസ് ഫൈനൽ വെലോസിറ്റി മൈനസ് ഇനീഷ്യൽ വെലോസിറ്റി, ദാറ്റ് ഈസ് വി മൈനസ് യു. ദെൻ നെക്സ്റ്റ് കോളം ടൈം ടേക്കൺ ഫോർ ദി ചേഞ്ച് ഇൻ വെലോസിറ്റി ടി. ദെൻ റേറ്റ് ഓഫ് ചേഞ്ച് ഇൻ വെലോസിറ്റി ഓർ ആക്സിലറേഷൻ. സോ ലാസ്റ്റ് കോളത്തിലാണ് ആക്സിലറേഷൻ കൊടുത്തിട്ടുള്ളത്. ദാറ്റ് ഈസ് റേറ്റ് ഓഫ് ചേഞ്ച് ഇൻ വെലോസിറ്റി, വെലോസിറ്റിയിലുള്ള ചേഞ്ച് അതിന്റെ റേറ്റ്. ഓക്കെ. സോ എ ഈക്വൽ ടു ചേഞ്ച് ഇൻ വെലോസിറ്റി ബൈ ടൈം. ഓക്കെ. വെലോസിറ്റിയിലുള്ള ചേഞ്ച് ഇൻ ദ ഇന്റർവെൽ ഓഫ് ടൈം, അതിനെടുത്ത ടൈമും. ദാറ്റ് ഈസ് എ ഈക്വൽ ടു വി മൈനസ് യു ബൈ ടി. അവിടെ ഇക്വേഷൻ കൊടുത്തിട്ടുണ്ട്. സോ ആക്സിലറേഷന്റെ ഇക്വേഷൻ എന്താണ്? എ ഈക്വൽ ടു, ദാറ്റ് ഈസ് സ്മോൾ ലെറ്റർ എ ആണ് കേട്ടോ. സ്മോൾ ലെറ്റർ എ ഈക്വൽ ടു വി മൈനസ് യു ബൈ ടി, ദാറ്റ് ഈസ് ഫൈനൽ വെലോസിറ്റി മൈനസ് ഇനീഷ്യൽ വെലോസിറ്റി ഡിവൈഡഡ് ബൈ ടി. ഓക്കെ. സോ നമുക്ക് ഒന്നാമത്തെ എക്സാമ്പിൾ നോക്കാം. എ ടു ബി. എ ടു ബി ആണ് ഫസ്റ്റ് സ്റ്റേജ്. സോ ഇനീഷ്യൽ വെലോസിറ്റി എത്രയാണ്? 0 മീറ്റർ പെർ സെക്കൻഡ്. ഫൈനൽ വെലോസിറ്റി 5 മീറ്റർ പെർ സെക്കൻഡ്. സോ ചേഞ്ച് ഇൻ വെലോസിറ്റി 5 മീറ്റർ പെർ സെക്കൻഡ് മൈനസ് 0 മീറ്റർ പെർ സെക്കൻഡ്, ദാറ്റ് ഈസ് 5 മീറ്റർ പെർ സെക്കൻഡ് അല്ലെ. Then time taken for the change in velocity, that is A to B വരെ ട്രാവൽ ചെയ്യാനെടുത്ത ടൈം 5 സെക്കൻഡ് അല്ലെ. ദാറ്റ് ഈസ് 5 സെക്കൻഡ് മൈനസ് 0 സെക്കൻഡ് എത്രയാണ്? 5 സെക്കൻഡ് തന്നെ. ക്ലിയർ? ദെൻ ആക്സിലറേഷൻ A ഈക്വൽ ടു വി മൈനസ് യു ബൈ ടി. എത്രയാണ്? വി മൈനസ് യു, ചേഞ്ച് ഇൻ വെലോസിറ്റി 5 മീറ്റർ പെർ സെക്കൻഡ്. നമുക്കവിടെ നമ്മുടെ ഫോർത്ത് കോളത്തിൽ കിട്ടിയിട്ടുണ്ട് അല്ലെ, 5 മീറ്റർ പെർ സെക്കൻഡ്. ദെൻ ഡിവൈഡഡ് ബൈ ടൈം. ടൈം എത്രയാണ്? 5 സെക്കൻഡ്. സോ 5 മീറ്റർ പെർ സെക്കൻഡ് ഡിവൈഡഡ് ബൈ 5 സെക്കൻഡ് ഈക്വൽ ടു 1 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ. ഓക്കെ. സോ സെക്കൻഡ് സ്ക്വയർ ആണ്. ക്ലിയർ? മനസ്സിലാക്കുക. മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആണ് നമ്മുടെ ആക്സിലറേഷന്റെ യൂണിറ്റ്.
ഓക്കെ, വെലോസിറ്റിയുടെ യൂണിറ്റ് മീറ്റർ പെർ സെക്കൻഡ് ആണ്, ആക്സിലറേഷന്റെ യൂണിറ്റ് മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആണ്. ഓക്കെ, സോ എത്രയാണ് ആക്സിലറേഷൻ? 1 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ. ഓക്കെ, സോ ഇതുപോലെ നമുക്ക് അടുത്തത് നോക്കാം. ബി ടു സി, അടുത്ത സ്റ്റേജ് ബി ടു സി ആണ്. സോ ഇനീഷ്യൽ വെലോസിറ്റി 5 മീറ്റർ പെർ സെക്കൻഡ്, ഫൈനൽ വെലോസിറ്റി 10 മീറ്റർ പെർ സെക്കൻഡ്, ചേഞ്ച് ഇൻ വെലോസിറ്റി 10 മൈനസ് 5 ദാറ്റ് ഈസ് 5 മീറ്റർ പെർ സെക്കൻഡ്. ടൈം ടേക്കൺ എത്രയാണ്? 10 സെക്കൻഡ് മൈനസ് 5 സെക്കൻഡ് ദാറ്റ് ഈസ് 5 സെക്കൻഡ്. ഓക്കെ, സോ ആക്സിലറേഷൻ എ ഈക്വൽ ടു 5 മീറ്റർ പെർ സെക്കൻഡ് ഡിവൈഡഡ് ബൈ 5 സെക്കൻഡ് ഈക്വൽ ടു 1 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ. ക്ലിയർ? സോ ഇവിടെ എന്താണ്? ആക്സിലറേഷൻ സെയിം ആണ് അല്ലെ? ഫസ്റ്റത്തെ രണ്ട് സ്റ്റേജിലും ആക്സിലറേഷൻ സെയിം ആണ്. സോ നെക്സ്റ്റ് സ്റ്റേജ് സി ടു ഡി. സോ സി ടു ഡി എടുക്കുകയാണെങ്കിൽ ഇനീഷ്യൽ വെലോസിറ്റി 10 മീറ്റർ പെർ സെക്കൻഡ്, ഫൈനൽ വെലോസിറ്റി 10 മീറ്റർ പെർ സെക്കൻഡ് സെയിം ആണ്. സോ ചേഞ്ച് ഇൻ വെലോസിറ്റി v minus u that is 10 meter per second minus 10 meter per second that is 0. ഓക്കെ, സോ ചേഞ്ച് ഇൻ വെലോസിറ്റി 0 ആണ്. ദാറ്റ് ഈസ് വെലോസിറ്റിയിൽ എന്തില്ല? ചേഞ്ച് ഇല്ല, അതേ സ്പീഡിലാണ് പോയിട്ടുള്ളത്. ക്ലിയർ? കാറ് പോയിട്ടുള്ളത് അതേ സ്പീഡിലാണ്, സ്പീഡ് കൂടിയിട്ടില്ല കുറഞ്ഞിട്ടില്ല. ഓക്കെ, ദെൻ ടൈം ടേക്കൺ ഫോർ ദ ചേഞ്ച് ഇൻ വെലോസിറ്റി 15 സെക്കൻഡ് ഡിവൈഡഡ് ബൈ 10 സെക്കൻഡ് ദാറ്റ് ഈസ് 5 സെക്കൻഡ് അല്ലെ? സോ ആക്സിലറേഷൻ ഈക്വൽ ടു ചേഞ്ച് ഇൻ വെലോസിറ്റി ഡിവൈഡഡ് ബൈ ടൈം that is change in velocity is 0. വെലോസിറ്റിയിൽ ചേഞ്ച് ഇല്ല, സോ ആക്സിലറേഷൻ is 0. ഓക്കെ, വെലോസിറ്റിയിൽ ചേഞ്ച് ഉണ്ടാകുമ്പോഴല്ലേ ആക്സിലറേഷൻ ഉണ്ടാവുള്ളൂ. ഓക്കെ, സോ 0 മീറ്റർ പെർ സെക്കൻഡ് ഡിവൈഡഡ് ബൈ 5 സെക്കൻഡ് ഈക്വൽ ടു 0. ഓക്കെ, ദെൻ നെക്സ്റ്റ് സ്റ്റേജ് ഡി ടു ഇ. സോ ഡി ടു ഇ എടുക്കുകയാണെങ്കിൽ ഇനീഷ്യൽ വെലോസിറ്റി 10 മീറ്റർ പെർ സെക്കൻഡ്, ഫൈനൽ വെലോസിറ്റി 6 മീറ്റർ പെർ സെക്കൻഡ്. സോ ചേഞ്ച് ഇൻ വെലോസിറ്റി 6 meter per second minus 10 meter per second that is minus 4 meter per second. Okay, so minus ആണ്, so negative ആണ്. Clear? So velocity can negative. Okay, so velocity negative ആവാം, 0 ആവാം. Okay, പക്ഷേ സ്പീഡ് നെഗറ്റീവ് ആവില്ല. Okay, സ്പീഡ് 0 ആവാം പക്ഷെ നെഗറ്റീവ് ആവില്ല, മനസ്സിലാക്കാട്ടോ. സോ ഇവിടെ മൈനസ് 4 മീറ്റർ പെർ സെക്കൻഡ് ആണ് ചേഞ്ച് ഇൻ വെലോസിറ്റി. ദെൻ ടൈം ടേക്കൺ ഫോർ ദി ചേഞ്ച് ഇൻ വെലോസിറ്റി ഈസ് 20 സെക്കൻഡ് മൈനസ് 15 സെക്കൻഡ് ദാറ്റ് ഈസ് 5 സെക്കൻഡ്. ക്ലിയർ? ദെൻ ആക്സിലറേഷൻ എ ഈക്വൽ ടു ചേഞ്ച് ഇൻ വെലോസിറ്റി ബൈ ടൈം. ചേഞ്ച് ഇൻ വെലോസിറ്റി എത്രയാണ്? മൈനസ് 4 മീറ്റർ പെർ സെക്കൻഡ് ഡിവൈഡഡ് ബൈ 5 സെക്കൻഡ്. ക്ലിയർ? സോ ആക്സിലറേഷൻ ഈസ് മൈനസ് 4/5 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ. ഓക്കെ, സോ മൈനസ് 4 മീറ്റർ പെർ സെക്കൻഡ് ഡിവൈഡഡ് ബൈ 5 സെക്കൻഡ് എന്ന് ചെയ്യുമ്പോൾ നമുക്ക് മൈനസ് 0.8 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ എന്ന് കിട്ടും. ക്ലിയർ? ദെൻ ലാസ്റ്റ് സ്റ്റേജ് ഇ ടു എഫ്. ഇനീഷ്യൽ വെലോസിറ്റി 6 മീറ്റർ പെർ സെക്കൻഡ്, ഫൈനൽ വെലോസിറ്റി 0 മീറ്റർ പെർ സെക്കൻഡ്. സോ ചേഞ്ച് ഇൻ വെലോസിറ്റി ഈസ് 0 മീറ്റർ പെർ സെക്കൻഡ് മൈനസ് 6 മീറ്റർ പെർ സെക്കൻഡ് ദാറ്റ് ഈസ് മൈനസ് 6 മീറ്റർ പെർ സെക്കൻഡ്. The time taken for the change in velocity is 25 second minus 20 second that is 5 second. Clear? So acceleration is change in velocity by time. Here change in velocity is minus 6 meter per second. So acceleration is minus 6 meter per second by 5 seconds equal to minus 1.2 meter per second square. Clear? സോ ഇവിടെ ലാസ്റ്റ് സ്റ്റേജും ആക്സിലറേഷൻ എന്ന് പറയുന്നത് എന്താണ്? നെഗറ്റീവ് ആണ്. ഓക്കെ, ബിക്കോസ് ചേഞ്ച് ഇൻ വെലോസിറ്റി എന്താണ്? നെഗറ്റീവ് ആണ്. ഓക്കെ, സോ ചേഞ്ച് ഇൻ വെലോസിറ്റി നെഗറ്റീവ് ആയാൽ ദാറ്റ് ഈസ് ഇവിടെ ചേഞ്ച് ഇൻ വെലോസിറ്റി നെഗറ്റീവ് ആണ്. എന്താണ് റീസൺ? കാരണം എന്താണ്? ഇവിടെ വെലോസിറ്റി കുറയുകയാണ്, കാറ് റെസ്റ്റിലേക്ക് വരികയാണ്. ദാറ്റ് ഈസ് നമ്മുടെ കാറ് സ്റ്റോപ്പ് ആവാൻ വരികയാണ്. ഓക്കെ, സോ സ്റ്റോപ്പ് ആവുമ്പോൾ എന്ത് ചെയ്യും? വെലോസിറ്റി കുറയാണ് ചെയ്യുക. സോ വെലോസിറ്റി കുറയുമ്പോൾ അവിടെ വെലോസിറ്റി നെഗറ്റീവ് ആവും, ചേഞ്ച് ഇൻ വെലോസിറ്റി നെഗറ്റീവ് ആവും. സോ ആക്സിലറേഷൻ ഓട്ടോമാറ്റിക്കലി എന്താവും? നെഗറ്റീവ് ആവും. ക്ലിയർ? സോ ഇങ്ങനെ ആക്സിലറേഷൻ നെഗറ്റീവ് ആവുമ്പോൾ അതിന് നമ്മൾ റിട്ടാർഡേഷൻ എന്നാ പറയാ. ഓക്കെ, സോ നമ്മുടെ അടുത്ത ടോപ്പിക് റിട്ടാർഡേഷൻ ആണ്. സോ നമുക്ക് നോക്കാം. ഓക്കെ, സോ നോട്ടീസ് സം സിറ്റുവേഷൻസ് ഇൻ വിച്ച് ആക്സിലറേഷൻ ഒക്കേഴ്സ്. ആക്സിലറേഷൻ ഉണ്ടാകുന്ന ചില സിറ്റുവേഷൻസ് കൊടുത്തിട്ടുണ്ട്. ദ മോഷൻ ഓഫ് എ കോക്കനട്ട് ഫാളിംഗ് ഫ്രം എ കോക്കനട്ട് ട്രീ.
ഓക്കെ. സോ ഒരു കോക്കനട്ട് ട്രീയിൽ നിന്നും ഒരു കോക്കനട്ട് താഴേക്ക് വരുമ്പോൾ അവിടെ ആക്സിലറേഷൻ ഉണ്ടാവുന്നുണ്ട്. എന്താ കാരണം? ഞാൻ പറഞ്ഞു താഴേക്ക് വരുന്തോറും ആ കോക്കനട്ടിന്റെ സ്പീഡ് അഥവാ വെലോസിറ്റി കൂടി വരും. സോ വെലോസിറ്റി കൂടി വരുമ്പോൾ എന്താണ് അവിടെ ചേഞ്ച് ഇൻ വെലോസിറ്റി ഉണ്ടാവുന്നില്ലേ? ദാറ്റ് ഈസ് ഓരോ സെക്കൻഡിലും ആ കോക്കനട്ടിന്റെ വെലോസിറ്റി കൂടും, ദാറ്റ് ഈസ് സ്പീഡ് കൂടുന്നുണ്ട്. സോ സ്പീഡ് കൂടുമ്പോൾ വെലോസിറ്റിയും കൂടുമല്ലേ? ക്ലിയർ? സോ അവിടെ ചേഞ്ച് ഇൻ വെലോസിറ്റി ഉണ്ട്. സോ ചേഞ്ച് ഇൻ വെലോസിറ്റി ഉണ്ടാവുമ്പോൾ ആക്സിലറേഷൻ ഓട്ടോമാറ്റിക്കലി ഉണ്ടായിരിക്കും. ക്ലിയർ? ദെൻ നെക്സ്റ്റ്, എ മൂവിംഗ് ബോൾ കമ്മിങ് ടു റെസ്റ്റ്. ഓക്കെ, തറയിലൂടെ മൂവ് ചെയ്യുന്ന ഒരു ബോള് റെസ്റ്റിലേക്ക് വരിക. ഓക്കെ, സോ അവിടെ റെസ്റ്റിലേക്ക് വരുമ്പോൾ അവിടെ വെലോസിറ്റി കുറയാണ് അല്ലെ? സോ ചേഞ്ച് ഇൻ വെലോസിറ്റി ആണ്, പക്ഷെ വെലോസിറ്റി കുറയാണ്. സോ അവിടെ എന്തായിരിക്കും? റിട്ടാർഡേഷൻ ആയിരിക്കും. ഞാൻ പറഞ്ഞു ആക്സിലറേഷൻ എന്തായിരിക്കും? നെഗറ്റീവ് ആയിരിക്കും. ബിക്കോസ് ചേഞ്ച് ഇൻ വെലോസിറ്റി അവിടെ നെഗറ്റീവ് ആയിരിക്കും, കാരണം ആ ബോൾ റെസ്റ്റിലേക്ക് വരികയാണ്. ഇവിടെ കോക്കനട്ട് വീഴുന്നെന്ന് പറഞ്ഞാൽ അതിന്റെ സ്പീഡ് വെലോസിറ്റി കൂടുകയാണ്, പക്ഷെ ബോൾ നമ്മൾ തറയിലൂടെ അടിച്ച് നമ്മൾ തെറിപ്പിക്കുമ്പോൾ അത് നല്ല സ്പീഡിൽ പോകും. ദെൻ അത് റെസ്റ്റിലേക്ക് വരികയാണ് അല്ലെ? ഓക്കെ, സോ അത് അവിടെ വെലോസിറ്റി കുറയായിരിക്കും ചെയ്യുക. ക്ലിയർ? ദെൻ ദ മോഷൻ ഓഫ് എ ബോൾ റോളിംഗ് ഡൗൺ എ ഹിൽ. ഒരു മല മുകളിൽ നിന്നും താഴേക്ക് ഉരുണ്ടു വരുന്ന ഒരു ബോള്, അതിന്റെ മോഷൻ എന്തായിരിക്കും? ആക്സിലറേഷൻ ഉണ്ടായിരിക്കും അതിന്, കാരണം അതിന്റെ വെലോസിറ്റി മുകളിൽ നിന്നും താഴേക്ക് വരികയാണ്. ഒരു മലയുടെ മുകളിൽ നിന്നും ഒരു ഹില്ലിൽ നിന്നും താഴേക്ക് ഡൗണിലേക്ക് റോൾ ചെയ്ത് വരികയാണ്. ക്ലിയർ? സോ അതിന്റെ വെലോസിറ്റി ഓരോ സെക്കൻഡിലും ഇൻക്രീസ് ചെയ്യും. ഓക്കെ, സോ അതിന്റെ ആക്സിലറേഷൻ എന്തായിരിക്കും? പോസിറ്റീവ് ആയിരിക്കും. സോ അവിടെ ആക്സിലറേഷൻ തന്നെ ആയിരിക്കും. ക്ലിയർ? സോ ചേഞ്ച് ഇൻ വെലോസിറ്റി പോസിറ്റീവ് ആയിരിക്കും, കാരണം ഓരോ സെക്കൻഡിനും ആ ബോൾ താഴേക്ക് വരുന്നതോറും അതിന്റെ ബോളിന്റെ സ്പീഡ് കൂടി വരും. ദെൻ ഒരു ക്വസ്റ്റ്യൻ അവിടെ കൊടുത്തിട്ടുണ്ട്. സോ നമുക്കൊന്ന് ചെയ്തു നോക്കാം. എ ഫുഡ് പാക്കറ്റ് ഡ്രോപ്ഡ് ഫ്രം എ helicopter reaches the ground in 5 seconds. If the velocity with which it hits the ground is 50 meter per second, what is the acceleration? Okay, so ഒരു ഫുഡ് പാക്കറ്റ് ഹെലികോപ്റ്ററിൽ നിന്ന് താഴേക്ക് ഗ്രൗണ്ടിലേക്ക് 5 സെക്കൻഡ് കൊണ്ട് വരുന്നുണ്ട്, റീച്ച് ചെയ്യുന്നുണ്ട്. ഇഫ് ദ വെലോസിറ്റി വിത്ത് വിച്ച് ഇറ്റ് ഹിറ്റ്സ് ദ ഗ്രൗണ്ട് ഈസ് 50 മീറ്റർ പെർ സെക്കൻഡ്. അത് തറയിൽ ടച്ച് ചെയ്യുന്ന വെലോസിറ്റി എന്ന് പറയുന്നത് 50 മീറ്റർ പെർ സെക്കൻഡ് ആണ്. വാട്ട് ഈസ് ദ ആക്സിലറേഷൻ? എന്തായിരിക്കും അതിന്റെ ആക്സിലറേഷൻ? സോ നമുക്ക് ഇക്വേഷൻ അറിയാം, ആക്സിലറേഷൻ ഈക്വൽ ടു ചേഞ്ച് ഇൻ വെലോസിറ്റി ബൈ ടൈം. സോ നമുക്ക് ജസ്റ്റ് ആ ഇക്വേഷനിൽ അങ്ങനെ കൊടുത്താൽ മതി. സോ ഹെലികോപ്റ്ററിൽ അത് റെസ്റ്റിലായിരുന്നു, അത് ഡ്രോപ്പ് ചെയ്യുന്നതിന്റെ തൊട്ട് മുൻപ് എന്തായിരുന്നു? അതിന്റെ വെലോസിറ്റി 0 ആണ്. സോ ഇനീഷ്യൽ വെലോസിറ്റി 0, ദെൻ ഫൈനൽ വെലോസിറ്റി ഗ്രൗണ്ടിൽ എത്തിയപ്പോൾ വെലോസിറ്റി എത്രയാണ്? 50 മീറ്റർ പെർ സെക്കൻഡ്. സോ ചേഞ്ച് ഇൻ വെലോസിറ്റി എന്തായിരിക്കും? 50 മീറ്റർ പെർ സെക്കൻഡ് മൈനസ് 0 മീറ്റർ പെർ സെക്കൻഡ് ഡിവൈഡഡ് ബൈ ടൈം എത്രയാണ്? 5 സെക്കൻഡ്. സോ 50 മൈനസ് 0 50 അല്ലെ? ദെൻ 50 ബൈ 5 ദാറ്റ് ഈസ് 10 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ. ഓക്കെ, സോ സ്ക്വയർ ഇടാൻ മറക്കരുത്. സോ ആക്സിലറേഷന്റെ യൂണിറ്റ് മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആണ് കേട്ടോ. സോ നമ്മുടെ ആൻസർ എന്താണ്? ആ ഫുഡ് പാക്കറ്റിന്റെ ആക്സിലറേഷൻ എന്ന് പറയുന്നത് എത്രയാണ്? 10 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ. ഓക്കെ, ദെൻ the acceleration produced in an object falling down freely due to the gravitational force of the earth is the acceleration at the place. This is the acceleration due to gravity. It is represented by the letter G. That is, നമ്മുടെ എർത്ത് എല്ലാ ഒബ്ജക്ട്സിനെയും അതിന്റെ സെന്ററിലേക്ക് അട്രാക്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ, അതുകൊണ്ടാണ് ഒരു കോക്കനട്ട് ട്രീയിൽ നിന്നും ഓട്ടോമാറ്റിക്കലി താഴേക്ക് വീഴുന്നതും അതുപോലെ തന്നെ നമ്മുടെ മാംഗോ വീഴുന്നത്, ആപ്പിൾ വീഴുന്നത്. നിങ്ങൾ ന്യൂട്ടന്റെ ഒരു കഥ കേട്ടിട്ടുണ്ടോ? ന്യൂട്ടന്റെ തലയ്ക്ക് ആപ്പിൾ വീണപ്പോൾ ന്യൂട്ടൻ ചിന്തിച്ചത് എന്തുകൊണ്ടാണ് ഈ ആപ്പിൾ മുകളിലോട്ട് പോകാതെ താഴോട്ട് വീണതെന്ന്. ഓക്കെ, സോ അത് നിങ്ങൾക്ക് അടുത്ത വർഷം പഠിക്കാനുണ്ട്. ഓക്കെ, 9th സ്റ്റാൻഡേർഡിൽ നിങ്ങൾക്ക് പഠിക്കാനുണ്ട്. ഓക്കെ, സോ നമുക്കപ്പോൾ നോക്കാം. സോ ഇങ്ങനെ ഒരു കോക്കനട്ട് അഥവാ തെങ്ങിൽ കയറി തേങ്ങ ഇടുന്ന കാര്യമല്ല പറഞ്ഞത്. ഒരു കോക്കനട്ട് ഓട്ടോമാറ്റിക്കലി താഴേക്ക് വീഴുന്നുണ്ട് അല്ലേ? നിങ്ങൾ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. സോ എന്തുകൊണ്ടാണ് ഈ കോക്കനട്ട് താഴേക്ക് വീഴുന്നത്? അതിന് മുകളിലോട്ട് വെക്കൂടെ? സോ താഴേക്ക് വീഴാൻ കാരണം അതിനെ എർത്ത് അതിന്റെ സെന്ററിലേക്ക് അട്രാക്ട് ചെയ്യുന്നുണ്ട്. അതാണ് ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി. ഓക്കെ, ദാറ്റ് ഈസ് ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് എന്ന് പറയും. ഓക്കെ, സോ ഈ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് കാരണമാണ് ആ കോക്കനട്ട് താഴേക്ക് വീഴുന്നത്. സോ അപ്പോൾ അത് വീഴുന്ന അതിന്റെ ആക്സിലറേഷൻ എന്ന് പറയുന്നത് 9.8 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആയിരിക്കും. ദാറ്റ് ഈസ് ഗ്രാവിറ്റി. ഓക്കെ, സോ ഇംഗ്ലീഷ് ലെറ്റർ ജി യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റിയെ നമ്മൾ റെപ്രസെന്റ് ചെയ്യുക. സോ ഇംഗ്ലീഷ് ലെറ്റർ സ്മോൾ ലെറ്റർ ജി ആണ് കേട്ടോ. സോ 9th സ്റ്റാൻഡേർഡിലാണ് നിങ്ങൾക്ക് ഇത് കൂടുതൽ പഠിക്കാനുള്ളത്. സോ അത് മനസ്സിലാക്കുക. അതായത് ഏതൊരു ഒബ്ജക്റ്റും ഓട്ടോമാറ്റിക്കലി താനെ അത് താഴേക്ക് ഫോളോ ചെയ്യുന്നുണ്ടെങ്കിൽ അത് എർത്തിന്റെ ഗ്രാവിറ്റി കാരണമാണ്, ഡ്യൂ ടു ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് അല്ലെങ്കിൽ ഡ്യൂ ടു ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി. സോ വി ക്യാൻ എൻ്റർ ടു ദി ഓർ ലാസ്റ്റ് ടോപ്പിക് ഇൻ ഓർ സെക്കൻഡ് ചാപ്റ്റർ, ദാറ്റ് ഈസ് റിട്ടാർഡേഷൻ. ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു എന്താണ് റിട്ടാർഡേഷൻ എന്ന്.
ഓക്കെ. സോ ആക്സിലറേഷൻ നെഗറ്റീവ് ആവുന്ന സിറ്റുവേഷനെ നമ്മൾ എന്ത് വിളിക്കുക? റിട്ടാർഡേഷൻ എന്ന് വിളിക്കുക. ദാറ്റ് ഈസ് എക്സാമ്പിൾ പറയുകയാണെങ്കിൽ റെയിൽവേ സ്റ്റേഷനിലേക്ക് വന്നുകൊണ്ടിരിക്കുന്ന ഒരു ട്രെയിൻ. ഓക്കെ, എ ട്രെയിൻ റീച്ചിങ് ടു ദി റെയിൽവേ സ്റ്റേഷൻ. സോ അത് റിട്ടാർഡേഷന് ഒരു എക്സാമ്പിൾ ആണ്. കാരണം അവിടെ എന്താണ്? വെലോസിറ്റി കുറഞ്ഞു വരികയാണ്. സോ വെലോസിറ്റി കുറയാന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു ചേഞ്ച് തന്നെയാണ് അല്ലെ? വെലോസിറ്റി ഉണ്ടാകുന്ന ചേഞ്ച് ആണ്. നല്ല സ്പീഡിൽ വരുന്ന ഹൈ വെലോസിറ്റിയിൽ വരുന്ന ഒരു ട്രെയിന് വെലോസിറ്റി കുറഞ്ഞു വരികയാണ്. സോ അവിടെ വെലോസിറ്റി ചേഞ്ച് ചെയ്യുന്നുണ്ട്. ഓരോ സെക്കൻഡിലും വെലോസിറ്റി കുറയാണ്. സോ ചേഞ്ചിങ് സംഭവിക്കുന്നുണ്ട്. സോ അവിടെ ആക്സലറേഷൻ ഉണ്ടായിരിക്കും. ക്ലിയർ? സോ റെയിൽവേ സ്റ്റേഷനിലേക്ക് റീച്ച് ചെയ്യുന്ന ഒരു ട്രെയിനിന്റെ സ്പീഡ് ദാറ്റ് ഈസ് വെലോസിറ്റി ഡിക്രീസ് ചെയ്യാണ്. സോ ചേഞ്ച് ഇൻ വെലോസിറ്റി ആണ് അല്ലെ? വെലോസിറ്റിയിൽ ചേഞ്ച് ചെയ്യുന്നുണ്ട്. ദാറ്റ് ഈസ് അതെന്തായിരിക്കും? ഒരു നെഗറ്റീവ് ആയിരിക്കും അല്ലെ? നെഗറ്റീവ് വാല്യൂ ആയിരിക്കും. കാരണം എന്താണ്? ഹൈ വെലോസിറ്റി, ഇനീഷ്യൽ വെലോസിറ്റി കൂടുതലും ഫൈനൽ വെലോസിറ്റി റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തുമ്പോഴുള്ള വെലോസിറ്റി എന്തായിരിക്കും? കുറവായിരിക്കും. ഓക്കെ. സോ അവിടെ ചേഞ്ച് ഇൻ വെലോസിറ്റി എന്തായിരിക്കും? നെഗറ്റീവ് ആയിരിക്കും. സോ അവിടെ ആക്സലറേഷൻ എന്തായിരിക്കും? നെഗറ്റീവ് ആയിരിക്കും. ക്ലിയർ? സോ ഇതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? റിട്ടാർഡേഷൻ എന്ന് വിളിക്കുക. ഓക്കെ. Examine the table and find out whether the velocity of the car increases or decreases when it moves from D to E. So D to E നമ്മൾ നോക്കി അല്ലെ? സോ ഇവിടെ വെലോസിറ്റി ഓഫ് ദി കാർ ഡിക്രീസസ് അല്ലെ? ഡിക്രീസ് ചെയ്യാണ് ചെയ്യുന്നത്. ഓക്കെ. വാട്ട് ഈസ് ദ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് വെലോസിറ്റി? അവിടെ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് വെലോസിറ്റി എത്രയാണ്? ദാറ്റ് ഈസ് ആക്സലറേഷൻ എത്രയാണ്? -0.8 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആണ് അല്ലെ? അവിടെ വെലോസിറ്റി ഉണ്ടാവുന്ന ചേഞ്ച് ദാറ്റ് ഈസ് ആക്സലറേഷൻ. Clear? So does the velocity increase or decrease when the car moves from E to F? So E to F ലേക്ക് കാർ മൂവ് ചെയ്യുമ്പോൾ വെലോസിറ്റി ഇൻക്രീസ് ചെയ്യാനോ ഡിക്രീസ് ചെയ്യാനോ? ഡിക്രീസസ്. നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്ത കാര്യമാണ് അല്ലെ? വാട്ട് ഈസ് ദ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് വെലോസിറ്റി? ദാറ്റ് ഈസ് ആക്സലറേഷൻ. എത്രയാണ്? -1.8 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ. Didn't you observe that the acceleration is negative here? This kind of acceleration is known as retardation or negative acceleration. Its unit is also meter per second square. So retardation യൂണിറ്റും meter per second square ആണ്. Clear? Find out whether the acceleration is positive or negative in the given situations. A balloon rolling on a level ground. Then a train starting from the station. Then the motion of a stone thrown up when it goes up and comes down. ഓക്കെ. സോ ഈ 3 സിറ്റുവേഷൻസ് ആണ് കൊടുത്തിട്ടുള്ളത്. സോ ഇതിൽ പോസിറ്റീവ് ആക്സലറേഷനും നെഗറ്റീവ് ആക്സലറേഷനും ഫൈൻഡ് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. ക്ലിയർ? സോ ദിസ് ഈസ് യുവർ അസൈൻമെന്റ് വർക്ക്. സോ ഇത് നിങ്ങളുടെ അസൈൻമെന്റ് വർക്കാണ്. ഓക്കെ. സോ ഇതിൽ പോസിറ്റീവ് ആക്സലറേഷനും നെഗറ്റീവ് ആക്സലറേഷൻ ദാറ്റ് ഈസ് റിട്ടാർഡേഷനും നിങ്ങളൊന്ന് ക്ലാസിഫൈ ചെയ്യുക. ഓക്കെ. ദാറ്റ് ഈസ് 3 പോയിന്റേ ഉള്ളൂ. സിമ്പിൾ ആണ്. ഇതിൽ 2 ഞാൻ ഇവിടെ നമ്മുടെ ക്ലാസ്സിൽ തന്നെ ഇപ്പൊ പറഞ്ഞ കാര്യമാണ്. സോ 3ാമത്തത് മാത്രമേ പറയാത്തുള്ളൂ. സോ ഇത് നിങ്ങൾ കണ്ടുപിടിക്കുക. ദാറ്റ് ഈസ് ദ മോഷൻ ഓഫ് എ സ്റ്റോൺ ത്രോൺ അപ്പ് വെൻ ഇറ്റ് ഗോസ് അപ്പ് ആൻഡ് കംസ് ഡൗൺ. ഓക്കെ. അതായത് മുകളിലോട്ട് എറിയുന്നൊരു കല്ല്, ആ കല്ല് മുകളിലോട്ട് പോയി താഴേക്ക് വരികയാണ്. ഓക്കെ. ഇതില് അത് മുകളിലോട്ട് പോകുന്ന ആ സമയത്ത് അതിന് ആക്സലറേഷൻ പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ ചോദിക്കുന്നത്. ക്ലിയർ? സോ മുകളിലോട്ട് പോകുമ്പോൾ കേട്ടോ, താഴേക്ക് വരുമ്പോൾ ഉള്ളല്ല ചോദിക്കുന്നത്. ദ മോഷൻ ഓഫ് എ സ്റ്റോൺ ത്രോൺ അപ്പ്. ഓക്കെ. മുകളിലോട്ട് പോകുമ്പോൾ ഒരു കല്ല് നമ്മൾ മുകളിലോട്ട് എറിയുമ്പോൾ അതിന് ആക്സലറേഷൻ പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ എന്ന് ആലോചിച്ച് നോക്കുക. ഓക്കെ. ദാറ്റ് ഈസ് ആ കല്ല് മുകളിലോട്ട് പോകുമ്പോൾ അതിന്റെ വെലോസിറ്റി കൂടുകയാണോ കുറയാണോ ആലോചിച്ചാൽ മതി. സോ കൂടുകയാണെങ്കിൽ എന്തായിരിക്കും? അവിടെ പോസിറ്റീവ് ആയിരിക്കും. കുറയാണെങ്കിൽ എന്തായിരിക്കും നിങ്ങൾക്ക് അറിയില്ലേ? സോ ഇതോടുകൂടി നമ്മുടെ സെക്കൻഡ് ചാപ്റ്റർ മോഷൻ എന്ന് പറയുന്ന നമ്മുടെ ചാപ്റ്റർ കംപ്ലീറ്റ് ആയി. സോ ഇനി നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ കുറച്ച് പ്ലക്കാർഡ്സ് കൊടുത്തിട്ടുണ്ട്. എല്ലാവരും നോക്കുക. സ്പീഡ് ത്രിൽസ് ബട്ട് കിൽസ്. ഡോണ്ട് മിക്സ് ഡ്രിങ്ക് വിത്ത് ഡ്രൈവ്. ബെറ്റർ ലേറ്റ് ദാൻ നെവർ. വെയർ ഹെൽമെറ്റ്സ് വൈൽ ഡ്രൈവിംഗ് മോട്ടോർ സൈക്കിൾസ്. സോ ഇവിടെ ഒരു ഡ്രൈവിംഗ് അവയർനെസ് പ്ലക്കാർഡ്സ് ആണ് കൊടുത്തിട്ടുള്ളത്. സോ ഇത് നിങ്ങളൊന്ന് വായിച്ചു നോക്കുക. അത് നിങ്ങൾക്കുള്ള വർക്കാണ്. ഒരു പ്രൊജക്ട് അല്ലെങ്കിൽ ഒരു സെമിനാർ വർക്കായിട്ടാണ് ഈ ഭാഗം കൊടുത്തിട്ടുള്ളത്. സോ എല്ലാവരും ഈ പ്ലക്കാർഡ്സ് വായിക്കുക. അതുപോലെ തന്നെ താഴെ കൊടുത്തിട്ടുള്ള ടേബിള് നമ്മുടെ കേരളത്തിൽ ഓരോ ഏരിയാസിലും ഡ്രൈവ് ചെയ്യേണ്ട സ്പീഡും അതിന്റെ സ്പീഡിംഗ് ലിമിറ്റ്, ഓരോ വെഹിക്കിളിനും അനുവദിച്ചിട്ടുള്ള സ്പീഡും അതുപോലെ തന്നെ അതിന്റെ സ്പീഡിംഗ് ലിമിറ്റ് ഓരോ ഏരിയകളിലും അതുപോലെ തന്നെ ഓരോ റോഡുകളിലും അതിന് പെർമിസ്. സോ നിങ്ങൾ ആദ്യം തന്നെ വർക്കൗട്ട് ചെയ്ത പ്രോബ്ലം ആണ്. അതുപോലെ തന്നെ നിങ്ങളുടെ എക്സാമിനുള്ള ക്വസ്റ്റ്യൻ അഥവാ നിങ്ങളുടെ
കഴിഞ്ഞ കരിക്കുലർ ആക്ടിവിറ്റീസിലുള്ള ക്വസ്റ്റ്യൻ ഒക്കെ ഇതിന്ന് ഒരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. സോ അതൊക്കെ നോക്കുക. ഓക്കെ, സോ നിങ്ങൾ ആദ്യമേ ചെയ്ത വർക്കൗട്ട് ചെയ്ത പ്രോബ്ലംസ് തന്നെയാണ് ഇതിലുള്ളത്. സോ എല്ലാം നിങ്ങൾക്ക് കിട്ടുന്ന എക്സാമ്പിൾ ആണ്. ഓക്കെ, സോ എല്ലാം നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻ ആണ്. സോ എല്ലാവരും ലെറ്റസ്റ്റ് അസസ്സിലെ 10 ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്തിട്ട് അയച്ചു തരിക. ഓക്കെ, സോ ഓൺ ദി നെക്സ്റ്റ് ക്ലാസ് വി വിൽ സ്റ്റാർട്ട് ഓർ നെക്സ്റ്റ് ചാപ്റ്റർ. Okay, so see you on the next class. Thank you.